ഭക്ഷ്യവിഷബാധയേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ കോട്ടയം പരിപ്പുതൊള്ളായിരം ഷാപ്പിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഷാപ്പ് പ്രവർത്തിച്ചിരുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. ഉടമയുടെ വിശദീകരണം കേട്ട ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് വിവരം. കോട്ടയം പരിപ്പുതൊള്ളായിരം ഷാപ്പിൽ നിന്നും ഭക്ഷണം കഴിച്ചതിന് പിന്നാലെയാണ് കുമരകം സ്വദേശിയായ ജിഷ്ണുവിനും കൂട്ടുകാർക്കും ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. ജിഷ്ണുവിന്റെ ആരോഗ്യനില മോശമാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. പിന്നാലെയാണ് എക്സൈസ് വകുപ്പ് അന്വേഷണം നടത്തിയത്. ഷാപ്പിൽ വിതരണം ചെയ്ത കള്ളാണ് ആദ്യം പരിശോധിച്ചത്. ഇതിൽ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയില്ല. എന്നാൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഷാപ്പ് പ്രവർത്തിച്ചിരുന്നതെന്ന് കണ്ടെത്തി. കൂടാതെ ഭക്ഷണം വിതരണം ചെയ്യുന്നതിനുള്ള ലൈസൻസും ഷാപ്പിനില്ലായിരുന്നു. കോട്ടയം ഡെപ്യൂട്ടി കമ്മീഷണർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടിയുണ്ടായത്. ആദ്യഘട്ടമെന്ന നിലയിൽ ഷാപ്പിന്റെ ലൈസൻസ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു. കൂടാതെ ഷാപ്പ് ഉടമയ്ക്ക് നോട്ടീസും നൽകി. വിശദീകരണം കേട്ട ശേഷം തുടർ നടപടികൾ ഉണ്ടാകും. ഈ ഗ്രൂപ്പിന് കീഴിലുള്ള 7 ഷാപ്പുകളുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ഷാപ്പ് ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.